സർ, പി സി ജോർജ് ബിഷപ്പുമാർക്കെതിരെ ശക്തമായി രംഗത്ത് തിരിക്കുകയാണ്. ഒരു ശക്തമായ ഒരു നിലപാടാണ് പി സി ജോർജ് സ്വീകരിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണോ അത് അദ്ദേഹം? അല്ല, പി സി ജോർജും മകൻ ഷോൺ ജോർജും തോൽവി ഭയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു അച്ഛനും മകനും കൂടി ഏറ്റവും ആദ്യമായി നിയമസഭയിൽ എത്തുന്ന ചരിത്രമായിരിക്കും ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ ഇവരുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനൊരു ഇടുത്തി പോലൊരു സംഭവം ഉണ്ടായത് നമുക്കറിയാം. നമ്മളിവിടെ ചർച്ച ചെയ്താണ് FCRA എന്ന് പറയുന്ന ഒരു നിയമം. അതിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, FCRA വന്നില്ലെങ്കിലും ക്രൈസ്തവ സമൂഹമൊക്കെ BJPക്ക് വലിയ തോതിൽ വോട്ട് ചെയ്യും. വന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകില്ല. പക്ഷെ വന്നില്ലെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ വട്ട മുടക്കായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ BJP ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരമനകൾ കയറി ഇറങ്ങിയത് വെറുതെ ആയി. അല്ല, അരമനകൾ കയറി ഇറങ്ങി കേക്കൊക്കെ കൊടുത്തു, അവിടെ നിന്ന് വൈനും മേടിച്ച് കുടിച്ചു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്നലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൺ ജോർജിന്റെ ആത്മാർത്ഥമായ തുറന്നു പറച്ചിലാണ്. കാരണം ഷോൺ ജോർജിനെയും അതുപോലെ അനൂപ് ആന്റണിയെയും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഷോൺ ജോർജ് പി സി ജോർജിനെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സഭകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി ഞാൻ അമിത്ഷായോട് എന്ത് പറയും എന്നുള്ളതാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നിങ്ങളെ തിരിച്ച് സഹായിക്കാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് ചോദിക്കുമെന്നാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്ലാരിറ്റിയോടെ നമുക്ക് വ്യക്തമായി. ഇവർ ഈ അരമനകൾ കയറി ഇറങ്ങിയതും ബിഷപ്പ് ഹൗസിൽ ചെന്ന് കിടന്നതും അതുപോലെ ഛത്തീസ്ഗഡിൽ കിടന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള മറ്റേ പലവിധ അഭ്യാസങ്ങൾ കാണിച്ചതെല്ലാം വോട്ടിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇവർ തുറന്ന് പറഞ്ഞേക്കാണ്. അതെനിക്ക് നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഷപ്പുമാര് പറയുന്ന വാദങ്ങളൊക്കെ ക്രൈസ്തവർ അംഗീകരിക്കുമോ? ബിഷപ്പുമാര് പറയുന്ന വാദങ്ങൾ ക്രൈസ്തവർ അംഗീകരിക്കുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഏതെങ്കിലും സമുദായത്തിലുള്ള 15-16% വരുന്ന ആളുകൾ മൊത്തം ഇവര് പറയാനായിട്ടൊന്നും ഒരു സമുദായത്തിൽ വോട്ട് ചെയ്യില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് കേൾക്കാൻ 1%, 2% ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 2% വലിയ ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടറാണ് ചില മണ്ഡലങ്ങളിൽ. പിന്നെ ഇനി അത്തരത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ കുറച്ചുകൂടി മതപരമായിട്ടുള്ള ഈ പറയുന്ന പോലെ സംഘടനകൾക്കും അതുപോലെ തന്നെ ബിഷപ്പുമാർക്കും ഒക്കെയുള്ള പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരൊക്കെ പറയുന്നത് കേൾക്കാൻ നമ്മൾ വർഗീയമായി ഇവിടുത്തെ യൂട്യൂബുകാരൊക്കെ കൂടി ഏതാണ്ട് മനസ്സിൽ വിഷം കുത്തിവെച്ച ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി നേരത്തെ 1% കേൾക്കുമെങ്കിൽ ഇപ്പോൾ 1.5%, 2% കേൾക്കാവുന്ന ലെവലിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാസ പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് BJP പോലും വേദനിപ്പിക്കാതെ ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും വേദനിപ്പിക്കുന്നതെന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഷോൺ ജോർജിനും പി സി ജോർജിനും, ഷോൺ ജോർജിന് ഇപ്പോൾ അവരുടെ സംസ്ഥാന തലത്തിൽ വലിയ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അനൂപ് ആന്റണിക്ക് വലിയ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന പി സി ജോർജിനെയും അവർ പരിഗണിക്കുന്നത് ആലവല്ലാണ്. പക്ഷേ ഇവർ ജോർജ് കുര്യൻ മന്ത്രിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം, ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം മണിപ്പൂരിൽ പാളി, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ പാളി. ഇതെല്ലാം കഴിഞ്ഞ് FCRAയിൽ വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അടപടലം പാളി. ആ പാളിയത് അരുണാചൽ പ്രദേശിലൊക്കെ വിജയിച്ചു. അല്ല, നമ്മൾ പറയുന്നത് കേരളത്തെ കുറിച്ചാണല്ലോ, അത് വേറൊരു ടോപ്പിക്കാണ്, വേണമെങ്കിൽ അത് പിന്നെടുക്കാം. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിൽ ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇവരുടെ ഒരു മെഗാ പ്രൊജക്ട് എന്തായിരുന്നു? ഹിന്ദു ഏകീകരണം കൊണ്ട് മാത്രം ഒരിക്കലും അധികാരത്തിൽ എത്താൻ കഴിയില്ല. മുസ്ലിം സമുദായത്തെ പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ പിടിച്ചാൽ അവരുടെ നാഷണൽ ലെവൽ പ്ലാൻ തെറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെ ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൂടി എന്ത് ചെയ്യണം, കൂട്ടത്തിൽ കൂട്ടണമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഏതാണ്ട് വിജയിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് FCRA വരുന്നത്, മറ്റു പല കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇവർക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സമുദായം എന്നൊക്കെ പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള, വിവരമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മനസ്സിലാവും. അല്ലാതെ ഇവരുദ്ദേശിക്കുന്നത് പോലെ ഈ കേക്കും വൈനും കണ്ടൊന്നും കവന്നടിച്ച് വീഴാൻ പോകുന്നില്ല ബിഷപ്പ്. കാരണം ബിഷപ്പിനൊക്കെ ഇത് ഡെയിലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ 2 സീറ്റിൽ നിന്നുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അതറിയാം. രാജ്യം ഭരിക്കുന്ന പാർട്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശ്രമിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. ശ്രമിച്ചുകൊണ്ടാണ് അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയത്. അല്ല, രാജ്യം ഭരിക്കാൻ പറ്റിയത് ശ്രമിച്ചുകൊണ്ടാണ്. അങ്ങനെ രാജ്യം ഭരിക്കാമെങ്കിൽ ഇതിനും അവർക്ക് കഴിയാതെ ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇവർക്ക് ഇത് ഒരിക്കലും കഴിയില്ല. ഇവർ ഈ ക്രിസ്ത്യൻസ് മുഴുവൻ BJPയെ വിടുമെന്നുള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഷോൺ ജോർജിലൂടെയും ജോർജ് കുര്യനിലൂടെയും പി സി ജോർജിലൂടെയും ഈ സമുദായത്തെ പിടിച്ചെടുക്കാമെന്ന് പറയുന്ന ഒരു പദ്ധതി നടക്കില്ല എന്ന് മാത്രമാണ്.
മനസ്സിലായി, വേറെ ഒന്നും പറഞ്ഞില്ല. ഇവരിപ്പോ ഇതല്ലാതെ വളരെ ചെറിയ പരിശ്രമങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ടൊരു പാർട്ടി, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിനെ കൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കിച്ച് ആ പാർട്ടി ഇവരൊപ്പം കൂട്ടിയിരുന്നു. മനസ്സിലായോ? ആ പാർട്ടിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ആളാണ്, അതായത് ഈ പറഞ്ഞ ലോക്കൽ നേതാവാണ്. ഇവിടെ മറ്റേ പള്ളുരുത്തിയിലോ ഒരു സ്കൂളിൽ പ്രശ്നമുണ്ടായപ്പോൾ മറ്റേ PTA പ്രസിഡന്റായിട്ട് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇവർ ചെറുതും വലുതുമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ PC ജോർജിനെയും അതുപോലെ തന്നെ ഷോൺ ജോർജിനെയും കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് സ്ഥാനങ്ങൾ മാറ്റപ്പെടാം. അതാണ് BJPയുടെ പ്രത്യേകത. BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BJP ഇപ്പൊ അൽഫോൺസ് കണ്ണന്താനത്തിന് വെച്ച് നിന്ന് ട്രൈ ചെയ്തു, ഒന്ന് ഓർക്കുന്നുണ്ടാവുമല്ല. അതായത് ഈ പറയുന്ന പോലെ ഇതൊന്നും TV വരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് എന്താണ് പ്രധാനമന്ത്രി 35 വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഓർമ്മ. പക്ഷെ അതിനുശേഷം ഇവരെന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു, പുള്ളിനെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് കളഞ്ഞു. ഇപ്പൊ പുള്ളിനെ കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചത് അങ്ങനെ തന്നെയല്ലേ? കേരള കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ചില്ലേ? കേരള കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല അത് വിജയിച്ചത്, അത് PC തോമസ് അവിടെ നിന്ന് ജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്ന് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. അല്ല, ഞാൻ പറയട്ടേന്നേ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് അന്ന് CPM ഇട്ടത്. അതുകൊണ്ട് മാത്രമാണ് ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അവിടെ ജയിക്കാൻ സാധ്യതയില്ല. അപ്പോഴും ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് നിലനിന്നുകൊണ്ടല്ല, അതിന്റെ പിന്നിൽ പല അന്തർധാരകളും ഉണ്ടായിരുന്നു. PC തോമസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസിലെയും അന്ന് UDF-നകത്ത് നിന്നിട്ടുള്ള വലിയ വിഭാഗങ്ങളൊക്കെ തയ്യാറായിരുന്നു. അത് ചർച്ച ചെയ്യണമെങ്കിൽ അത് വേറൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ദല്ലാൽ നന്ദകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഡീൽ പണ്ട് BJPയും CPM-ഉമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡീലാണ് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അന്നാണ് ആളുകളൊക്കെ തന്നെ PC തോമസിന്റെ വിജയം തന്നെ വീണ്ടും ഓർക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷെ അത്തരത്തിലുള്ള പല പരിശ്രമങ്ങളും BJP നടത്തുന്നുണ്ട്. BJP അവരുടെ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. ആദ്യത്തെ പരിശ്രമമായിരുന്നില്ലേ ക്രൈസ്തവരെ വെച്ചുകൊണ്ട്? അത് പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകൾ ആ ഒരു പരിശ്രമം BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞതല്ലേ ആദ്യത്തെ പരിശ്രമം? അതൊരു ലോക്സഭാ മണ്ഡലം തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെ പോയാലും ക്രൈസ്തവ കാൻഡിഡേറ്റ് ആണെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലം തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതല്ലേ അന്ന്? ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് BJPയുടെ മികവ് കൊണ്ടാണ് എന്നുള്ളത് BJP പോലും ക്ലെയിം ചെയ്യുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. PC തോമസ് അടക്കമുണ്ടെങ്കിൽ പല അങ്ങനെയല്ല. ഇപ്പൊ മട്ടന്നൂർ CPM പിടിച്ചെടുക്കുന്നത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ധാർമടം പിടിച്ചെടുക്കുന്നത് അങ്ങനെയല്ല. മനസ്സിലായോ? അത് മറ്റു നിരവധി മണ്ഡലങ്ങളുണ്ട്, അത് പിടിച്ചെടുക്കുന്നത് അങ്ങനെയല്ല. മനസ്സിലായി, അടിമകളായതുകൊണ്ടല്ല, അത് അവരുടെ ബേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. അത് ഈ പറയുന്ന ബേസ് സ്ട്രോങ് ആവുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് അടിമകളാവുന്നു. നമ്മുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ ടോപ്പിക് PC ജോർജും ഷോൺ ജോർജിന്റെയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്നുള്ളതാണ് ടോപ്പിക്. ഇനി മറ്റേ ടോപ്പിക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പൊ ഇരിക്കൂറിൽ നിന്ന് KC ജോസഫ് നിരന്തരമായി വിജയിച്ചിരുന്നു. എന്താണ് കാര്യം? അത് ഇരിക്കൂർ എന്ന് പറയുന്നത് കണ്ണൂരത്തെ ഒരു കോട്ടയം മണ്ഡലമാണ്, അവിടെ കോൺഗ്രസ് മണ്ഡലമാണ്. തിരുവമ്പാടി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേച്ചറുള്ള മണ്ഡലമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് KY ബോണ് ജയിക്കുന്നത്, പക്ഷെ അതൊരു ഈ പറയുന്ന പോലെ വിവിധ കൾച്ചറുള്ള മണ്ഡലമാണ്. എറണാകുളത്ത് ആരെ നിർത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ജയിക്കും. അത് അടിമകളായതുകൊണ്ടാണ്. അത് കോൺഗ്രസ് അനുകൂല വോട്ടുണ്ട് അവിടെ. ഇനി നിങ്ങൾക്ക് അടിമകളാന്ന് പറയണമെങ്കിൽ പറയാം, നമുക്ക് ഇഷ്ടമല്ലാത്തവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അടിമകളിൽ വിളിക്കാം, വേണമെങ്കിൽ അവരെ ഉടമസ്ഥൻ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലമല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റ് ഘടകങ്ങളുണ്ട്. ഇപ്പൊ പോലും ഈ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ്? സുരേഷ് ഗോപി പറഞ്ഞത് BJPയുടെ ശക്തി കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ട് ജയിച്ചതെന്നല്ലേ. അത് യാഥാർത്ഥ്യമാണെന്ന് BJPക്ക് അറിയാം. കാരണം സുരേഷ് ഗോപി ഒരു ഹാർഡ് കോർ BJPക്കാരനായി കാണുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ PC ജോർജ് എന്തുകൊണ്ടാണ്, ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയം തന്നെ അവസാനിക്കാനുള്ള പ്രശ്നമുണ്ട്. കാരണം BJPയിൽ നിന്നുകൂടി അവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ട് ഈ പറയുന്ന പോലെ ഒരു കാരണവശാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ അടുപ്പിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ എന്ത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യചിഹ്നം അവരുടെ മുമ്പിലുണ്ട്. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഷോൺ ജോർജ് കരഞ്ഞില്ലെന്ന് മാത്രമുള്ള ഒരു വിലാപമായി ഉന്നയിച്ചത്. എന്താണ് ഈ പറഞ്ഞ അമിത്ഷായോട് ഞാനെന്ത് മറുപടി പറയും എന്ന് ചോദിച്ചത്. കോൺഗ്രസിനെ പോലെയല്ല, UDF-നെ പോലെയല്ല, BJP എന്ന് പറയുന്ന ഒരു അസൈൻമെന്റ് കൊടുത്താൽ അത് കൃത്യമായി നിങ്ങൾ എവിടെ വരെ നടന്നു, എന്താണ് നിങ്ങളുടെ പെർഫോമൻസ്, എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് ചോദിക്കും. അതാണ് ആഞ്ഞടിച്ചതിന്റെ കാര്യം. അതിനുശേഷം അദ്ദേഹം ബിഷപ്പ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ബിഷപ്പ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. അവിടെയും അദ്ദേഹത്തിന്റെ നിലപാടില്ലായ്മയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അല്ല, ബിഷപ്പ് ഹൗസിലേക്ക് പോയി അദ്ദേഹം എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയില്ല. ഇന്ററാക്ട് ചെയ്യുന്നതല്ല, കാരണം ഇന്നലെ ഇങ്ങനെ ഒരു ബിഷപ്പ് ഹൗസിലേക്ക് പോയിട്ട് അദ്ദേഹം പരാതി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ട് വീണ്ടും അങ്ങോട്ട് അതിനൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നിലപാടില്ലായ്മയല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഒരു ഇന്ററാക്ഷൻ നടത്തുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം, SDP-ക്ക് ആദ്യമായിട്ട് ഒരു MLA ഉണ്ടായത് ഇദ്ദേഹമായിരുന്നില്ലേ ശരിക്കും?
ഇദ്ദേഹമായിരുന്നു ശരിക്കും കേരള നിയമസഭയിൽ. അല്ല പിന്നീട് ഇദ്ദേഹം നിലനിന്നിട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാവരെയും തന്നെ ഇദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ കെ മണി സാറിനെ ഒക്കെ തന്നെ നമ്മൾ അല്ല പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതൊക്കെ ബി ജെ പി മറ്റൊരു ടോപ്പിക്കാണ്. അല്ല നമ്മള് ഈ കാര്യങ്ങളെല്ലാം ബി ജെ പി നേതൃത്വത്തിന് അറിയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഇദ്ദേഹത്തിന്റെ ഒരു മുൻകാല അർജുൻ നിലപാടുകളും എന്നെ കാര്യങ്ങളൊക്കെ. വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അർജുൻ ഈ പറയുന്ന പോലെ ഇത് കഴിച്ച് വേറെ ടോപ്പിക്കുകളിലേക്ക് തന്നെ വലിച്ചുകൊണ്ട് പോവാണ്. അത് നമുക്ക് അടുത്ത ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇദ്ദേഹവും SDP-യുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു, എങ്ങനെയാണ് വിച്ഛേദിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അല്ല നല്ല ഇദ്ദേഹത്തിന് ക്ലാരിറ്റിയുള്ള ധാരണയാണ്. അല്ല ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത മനുഷ്യനിൽ നിന്നുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പി പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് നല്ല കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. BJP ഇപ്പൊ മഹാരാഷ്ട്രയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ ബീഹാറിലടക്കമുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിൽ അവരേതോ ജൂനിയർ പാർട്ണറായി വരികയും അവർ തൽക്കാലത്തേക്ക് ആളുകൾ ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്താൻ പറ്റാത്തവരെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയുകയും അടുത്ത ആളുകളെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ ഗ്രാജുവലി സ്ലോലി വളരുന്ന ഒരു പാർട്ടിയാണെന്നുള്ളത് അവർ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഈ ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നു. ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നതിലൊന്നും തെറ്റില്ല. കാരണം ഷോൺ ജോർജ് ഇന്നലെയും പറഞ്ഞിട്ടുള്ളത് ദീപിക പത്രം എന്ന് പറയുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. സാന്റാ മോണിക്കയുടെ എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഡെന്നിസ് അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബലത്തിൽ പലപ്പോഴും അത് മറ്റു പലരിലേക്കും ആ ഇൻവെസ്റ്റ്മെന്റ്സ് ചെന്നിട്ടുണ്ടോ ഇന്നിപ്പോ നമ്മൾ സംശയിക്കുന്ന മറ്റു പലരിലേക്കും? അല്ല അതൊന്നും നമുക്കറിയില്ല. വേറെ സമൂഹത്തിൽപ്പെട്ടവരിലേക്കും അല്ല അതൊക്കെ താങ്കൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. കാരണം അത് എൻ്റെ കയ്യിൽ തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാറില്ല. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ വിമർശനം എന്താണെന്ന് നമ്മൾ പറയാം. ഇവരുടെ വിമർശനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാരിസ് അബൂബക്കറക്കടക്കമുള്ള ആളുകൾക്ക് എന്തുണ്ടായെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പോൾ നമ്മുടെ ടോപ്പിക്കല്ല. നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപിക പത്രം ഇത്തരത്തിൽ ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും ദീപികയുടെ എഡിറ്റോറിയൽ തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണെന്നുള്ളൊരു വിമർശനം ഉന്നയിക്കുകയും അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഷപ്പിനെ കണ്ട് ബിഷപ്പെ ഇത് നമ്മളുടെ കൺട്രോളിലല്ല, ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകളുടെ കൺട്രോളിലേക്കായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ചെന്ന് പറഞ്ഞോട്ടെ, കാരണം അതൊക്കെ അദ്ദേഹം അതേ സമുദായ അംഗമാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് ആ മഞ്ഞുരുകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇനി ഉരുകിയിട്ടും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം പാലായിൽ ഒരു ഡിസ്റ്റന്റ് തേർഡായിട്ടായിരിക്കും ഷോൺ ജോർജ് എന്ത് ചെയ്യുക, പരാജയപ്പെടുക. അതുപോലെ തന്നെ പൂഞ്ഞാറിലും പരാജയപ്പെടും. ഇത് രണ്ടും കൊണ്ടാണ്. പരാജയപ്പെടുന്ന ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് തന്നെ പുള്ളി ബിഷപ്പ് 3-ാം സ്ഥാനത്ത് വരും. 3-ാം സ്ഥാനത്തേക്ക് വരും.